ദേവിയുടെ ആരാധനയിൽ അവിടെ ഇരിക്കുന്ന ഭഗവതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേൽക്കാവിലെ ഭഗവതി രാജരാജേശ്വരി സങ്കല്പത്തിൽ ആരാധിക്കുന്ന വിഷ്ണു ദുർഗയാണ്. അവിടെ നമുക്ക് അറിയാത്തൊരു എത്ര പേര് അതിനെക്കുറിച്ച് അറിവായിരിക്കട്ടല്ലോ, ഞാൻ എന്റെ അറിവ് ചെറുതായിട്ട് പറയുകയാണ്. ആ ശ്രീകോവിലിനകത്ത് ദേവി ഒറ്റയ്ക്കല്ല ഇരിക്കുന്നത്. ആ ശ്രീകോവിലിനകത്ത് ദേവിയുണ്ട്, വിഷ്ണു ഉണ്ട്. അതുകൊണ്ട് വിഷ്ണു ദുർഗാ സങ്കല്പത്തിലുള്ള ആരാധന. യഥാർത്ഥത്തിൽ നമ്മൾ ഏത് ക്ഷേത്രത്തിലും പോയി വിളിക്കുന്ന ഒരു നാമം ഉണ്ടല്ലോ, എന്താ? അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രനാരായണ. ഇത് വിളിക്കാൻ യഥാർത്ഥത്തിൽ വിധിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രം ചോറ്റാനിക്കരയാണ്. എല്ലായിടത്തും നമുക്ക് വിളിക്കാം, തെറ്റൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് വിളിക്കേണ്ടതായിട്ടുള്ള ക്ഷേത്രം ചോറ്റാനിക്കരയാണ്. കാരണം ആ ശ്രീകോവിലിനകത്ത് മേൽക്കാവിൽ ഇരിക്കുന്ന ഭഗവതി രുദ്രാക്ഷശില എന്ന് പറയും, വെട്ടുകല്ലിന്റെ വിഗ്രഹമാണത്. ആ വിഗ്രഹത്തില് ഒരു ഭാഗം വിഷ്ണുവും ഒരു ഭാഗം ഭഗവതിയാണ് നമ്മൾ കാണുന്നത്. അത് ഗോളക ചാർത്തിയിട്ടാണ് എപ്പോഴും കാണാം. ഭഗവതിയുടെ ഒരു ഭാഗത്ത് വിഷ്ണുവിന്റെ ചൈതന്യം ഉണ്ട് ആ വിഗ്രഹത്തിനകത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ പോയിട്ട് നമ്മൾ